നമസ്കാരം, ശ്രീധരായാണ്. നിങ്ങളൊന്ന് കണ്ടോക്കെ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അശ്ലീല പദമാണ് മതേതരത്വം എന്ന ഓമന പേരിൽ വിളിക്കണ ഏറ്റവും വലിയ അശ്ലീല പദം മതേതരത്വം. മഞ്ചേശ്വരത്ത് നമ്മൾ കാണുന്നുണ്ട്. കാരണം മതത്തിന്റെ പേരിലുള്ള ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ വേണ്ടി ആ മതവിഭാഗത്തിലെ എല്ലാ സംഘടനകളും മഞ്ചേശ്വരത്ത് പത്രിക നൽകി SDPയെ കൊണ്ട് പത്രിക ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവസാനം അത് പിൻവലിക്കുകയും ചെയ്തു. എന്തിനു വേണ്ടി പിൻവലിക്കണം? മതേതരത്വ വോട്ടിന് വേണ്ടിയാണെന്ന്. അതൊരു മതത്തിന് വേണ്ടിയാണ്, ഒരു മതത്തിലെ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം മതേതരത്വം എന്ന കപട വാക്ക് പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് കാണുന്നുണ്ട് SDPI മത്സരിക്കാൻ പോണു എന്നറിഞ്ഞപ്പോ തുടങ്ങിയുള്ള ചില ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ ചാനലുകളും മറ്റുള്ള സംഘടനകളൊക്കെ ഒക്കെ പറഞ്ഞു പരത്തണ കാര്യങ്ങൾ, അവരെ കൊണ്ട് പത്രിക പിൻവലിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ട്. നമ്മൾ മനസ്സിലാക്കണ്ടേ എന്തിന് കേരളത്തിലെ മറ്റുള്ള മണ്ഡലങ്ങളിൽ LDFന് പിന്തുണ പ്രഖ്യാപിച്ച അതിനിടെ PDP മഞ്ചേശ്വരത്ത് മാത്രം UDFനാണ് പിന്തുണ പ്രഖ്യാപിച്ചേക്കണത്. എന്തിനാണത്? തങ്ങളുടെ മതത്തിലുള്ള സ്ഥാനാർത്ഥി വിജയിച്ചാ മതി എന്നുള്ളത് കൊണ്ട് തന്നെ, BJPയെ തോൽപ്പിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വിഭാഗം ആ വിഭാഗത്തിന് വേണ്ടി അങ്ങനെ ഒന്നിക്കുമ്പോൾ മറ്റുള്ള വിഭാഗങ്ങൾ ഇത് കാണുന്നുണ്ട്. LDFന് UDFനെ വോട്ട് ചെയ്ത മറ്റുള്ള ആളുകൾ ഇത് കാണാനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അവർക്കും ചിന്തിക്കാനും ഈ മുസ്ലിങ്ങളുടെ പേരിലുള്ള പാർട്ടിനെ തോൽപ്പിക്കാനും അവർക്കും സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കാരണം പണ്ട് എല്ലാ സൈറ്റും കേട്ടും ക്ഷമിച്ചും മതേതരത്വത്തിന്റെ ആ പേരിൽ ഈ പറഞ്ഞ സ്ഥലത്ത് വോട്ട് ചെയ്ത ആൾക്കാർ മണ്ടന്മാരല്ല. ഇത്തവണ നിങ്ങൾ കണ്ടോ? അത് മഞ്ചേശ്വരത്തുകാർ തെളിയിക്കും. കാരണം ഇവിടെ സുരേന്ദ്രൻ ജയിക്കേണ്ടത് മഞ്ചേശ്വരത്തുകാരുടെ ഏറ്റവും വലിയ അത്യാവശ്യമായ ഏറ്റവും അനിവാര്യമായ കാര്യം തന്നെയാണ്. അതവര് മനസ്സിലാക്കിയിട്ട് ഇത്തവണ നിങ്ങൾ എത്ര കൂട്ടമായും എത്ര അപവാദങ്ങളും എത്ര കാര്യങ്ങളും മതത്തിന്റെ പേരിൽ ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ നിങ്ങളെല്ലാം ചെയ്തു. പക്ഷെ ഇത്തവണ മഞ്ചേശ്വരത്ത് നിങ്ങളൊക്കെ കൂടി ഒരുമിച്ച് കള്ള വോട്ട് ചെയ്തു മരിച്ചവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചും നിങ്ങൾ കഴിഞ്ഞവണ തോപ്പിച്ച K സുരേന്ദ്രൻ ഇത്തവണ മഞ്ചേശ്വരത്തിന്റെ MLA ആവും. വേണമെങ്കിൽ എഴുതി വെച്ചോ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മതേതരത്വം എന്നുള്ളത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ള ആളുകളുണ്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്.